ഹലോ. അപ്പം നമ്മളിന്ന് കൊല്ലത്തായതുകൊണ്ട് ഈവനിങ് മൺട്രോത്തുരുത്ത് പോയായിരുന്നൊരു പ്ലാനിട്ട് എല്ലാവരും ഇറങ്ങി. പോകുന്ന വഴി ഒരു ലെമൺ ജ്യൂസൊക്കെ കുടിച്ചു, കുറേ മിഠായൊക്കെ മേടിച്ചു. നമ്മൾ മൺട്രോത്തുരുത്തെത്തി. അപ്പം കയാക്കിങ് പ്ലാൻ ചെയ്താണ് നമ്മൾ പോയത്. കയാക്കിന് ഒരാൾക്ക് 250 അവർ പറഞ്ഞത്. പിന്നെ അമ്മാമ്മയ്ക്കും മമ്മിക്കും കയാക്കിങ്ങിന് പാടായതുകൊണ്ട് നമ്മളൊരു വള്ളത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അതിന് ഇപ്പോൾ ഒരാളായാലും 7 പേരായാലും 1000 റുപ്പീസാണ്. ഈ 1000 റുപ്പീസിൽ ഒരു 1.5 മണിക്കൂർ അവർ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണിക്കും, അത്രേ ഉള്ളായിരുന്നു. പക്ഷേ അഷ്ടമുടി കായൽ ഫുള്ള് കറങ്ങി കാണണമെങ്കിൽ 1500 ആണ്. അപ്പം നമ്മൾ 1500ൻ്റെ ഫുള്ള് കാണാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പോരുന്നത്. സൺഡേ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും വള്ളത്തിലിരുന്നു. നല്ല നല്ല കാഴ്ചയാണ് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ അടിപൊളിയാണ്. കുറേ നേരം ഇവിടെയൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടുത്തെ ചെറിയ ടാസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ പാലം വരുമ്പോൾ നമ്മൾ കുനിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ തലയും കൊണ്ട് പോകും. കണ്ടോ, അവരൊക്കെ പറഞ്ഞുണ്ടോ? അതുപോലെ ഒരു 6-7 സ്ഥലമുണ്ട് ഇത് കണക്ക്. നമ്മൾ പോയ സമയം സൺഡേ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് കണ്ടു. പിന്നെ നമ്മളവിടെ അടുത്തൊരു കടയിൽ നിർത്തി ഐസ്ക്രീമൊക്കെ മേടിച്ചു. എല്ലാവരും ഐസ്ക്രീമൊക്കെ കുടിച്ചു. നമ്മുടെ വള്ളം തുഴയുന്ന ചേട്ടന് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഇത് കണ്ടോ, ഇതാണ് ടാസ്ക്. എല്ലാവരും തറയിലൊക്കെ ഇരുന്ന് കേട്ടോ വന്ന്. പിന്നെ അവിടെ തന്നെ ഈ ബണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, മീനൊക്കെ വളർത്തുന്ന. ഇത് കരിമീൻ വളർത്തുന്ന ഒരു ബണ്ടാണ്. വീഡിയോയിൽ അധികം കാണാൻ പറ്റില്ല, പക്ഷേ വലിയ കരിമീനായിരുന്നു. നമ്മളവിടെ ഇറക്കിയത് കാണിക്കുകയൊക്കെ ചെയ്യും. ഇതുപോലെ കുനിയണം സഹോ, പൈസ കൊടുത്ത് തല കുനിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. അതിനടുത്തൊക്കെ നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ. പിന്നെ നമ്മളങ്ങനെ അഷ്ടമുടി കായലെത്തി. അവിടെ ആയിരുന്നു കാണാൻ നല്ല ഭംഗി. കയാക്കിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഒരു കോമഡി സംഭവം നടന്നു. കയാക്കിങ് 2 പേര് ബോട്ടും വെള്ളവും പറഞ്ഞ് താഴോട്ട് വീണു. അവിടെ നിൽക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് അവർ തിരിച്ച് ബോട്ടിൽ തന്നെ കയറുകയൊക്കെ ചെയ്തു. ഒരു മാംഗ്രൂവിൻ്റെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് ചേട്ടൻ പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുക്കാം, അങ്ങനെ എടുക്കുന്നുള്ളവരെടുക്കാം. നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അഷ്ടമുടിക്കായലിലെത്തിയ സമയം സൺസെറ്റിൻ്റെ സമയമായിരുന്നു. എൻ്റെ പൊന്നോ, അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു ഈ സൺസെറ്റിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എസ്പെഷ്യലി സൺഡേ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ പല ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അവിടെ അടുത്തൊരു കടയിലോട്ട് ചേട്ടൻ വെള്ളം നിർത്തി തന്നു. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും റെസ്റ്റ് റൂമിലൊക്കെ പോയി. പിന്നെ നമ്മൾ കണ്ടത് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. ഇനി നമ്മൾ റിട്ടേൺ നമ്മുടെ കയറിയ സ്ഥലത്തേക്ക് തിരിച്ചു പോവുക. അപ്പം അങ്ങോട്ടുള്ളൊരു എന്നുവെച്ചാൽ നമ്മൾ പോയ സമയം കറക്റ്റ് സമയമായിരുന്നു, സൺസെറ്റിൻ്റെ സമയം. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തെത്തി. നമ്മളെത്തിയപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടോ. ഞങ്ങൾ കയറിയത് ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കായിരുന്നു. പിന്നെ നല്ല ബ്ലോക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഇവിടെ വന്നവരെല്ലാം തിരിച്ചു പോകുന്നൊരു സമയമായില്ലേ, അപ്പം അതിൻ്റെ ബ്ലോക്ക്. പിന്നെ നമ്മൾ നേരെ കൊല്ലം ബീച്ചിലേക്ക് വിട്ടു. കൊല്ലം ബീച്ച് എൻ്റെ പൊന്നൊരു രക്ഷയില്ല. തിരക്കെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് തിരക്ക് കണ്ടിട്ടില്ല. ഞങ്ങളങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ബീച്ചിലോട്ട് ഇറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ഇവിടെ കയറാൻ പറ്റുന്നില്ല കേട്ടോ. എന്നെ ആരെങ്കിലും ഒന്ന് എടുത്ത് കയറ്റുമെന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ മണ്ടയിൽ എത്തുന്നില്ല എന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു കടയിൽ ഈ സ്ട്രോബെറി ചോക്ലേറ്റ് ഇല്ലേ, അത് മേടിച്ചു. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു.